ഹലോ ഗായ്സ്, മാധുമിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ട്രാക്കൊന്ന് മാറ്റിപ്പിടിച്ചാണ് മക്കളെ, ഇഷ്ടമെങ്കിൽ ഒന്ന് പറഞ്ഞ കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പം രാവിലെ വെളുപ്പിനെ തന്നെ നമ്മളൊരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങളുടെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടെ പോവാന്ന്. അതെ, നമ്മുടെ കോട്ടയത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ചെന്നതിന് ശേഷം, ഇത് നമ്മുടെ വാഗമൺ സൈഡാണ്. ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടാവും എല്ലാവരും. നമ്മൾ ഇപ്പം റീൽസിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം സ്റ്റെപ്പുകൾ മാത്രമുള്ള ഒരുപാട് സ്റ്റെപ്പ് കയറി മലയുടെ മുകളിൽ ചെല്ലുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ വീണ്ടും വേറെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെത്തി. അവിടെ നല്ല മഴയായിരുന്നു. കട്ടപ്പന വലിയ മഴകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ വാഗമണ്ണിലെത്തിയപ്പോൾ നല്ല തകർത്ത് മഴയാണ്. ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവണം. ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തോർന്ന് നിൽക്കുകയാണ്. എന്നാൽ നല്ല തണുപ്പാണ്, നല്ല ശക്തിയായ തണുപ്പാണ് കേട്ടോ. ഋതുക്കുട്ടനൊക്കെ ആ തണുപ്പിൽ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക, ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. നമ്മളിനി കുറേ ദൂരം നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിൻ്റെ ആ ഇറക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓർഡിനറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു റോഡ്. നല്ല ഭംഗിയാണ്, മനോഹരമാണ്. നിങ്ങൾക്ക് വന്നവർക്കൊക്കെ ഇതുവഴി വന്നിട്ടുള്ളവർ, അതായത് വാഗമണ്ണ് ഇക്കോയി റോഡ് വന്നിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അല്ല, അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ കൂടെയുള്ളത് പ്രശാന്തി ചേച്ചിയുണ്ട്, ഹേമേന്ദ്രേട്ടനുണ്ട്, നമ്മുടെ ഋതുക്കുട്ടനുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനും ചേട്ടൻ്റെ മക്കളും നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം വണ്ടി ഇടാൻ പോലും സ്പേസ് ഇല്ലാതെ അതുപോലെ വിശ്വാസികളുടെ, അതായത് നമ്മുടെ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതുപോലെ തന്നെ ഭഗവാന്റെ സന്നിധിയിൽ എത്താനായിട്ട് ഒരുപാട് നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പാണ്. ഒത്തിരി നാൾ നമ്മൾ അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിയോഗം ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് ദിവസം, ഒരുപാട് ഞായറാഴ്ച ഞങ്ങൾ കാത്തിരുന്നിട്ടാണ് നമ്മൾ ഇന്ന് ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. തലേന്ന് വരെ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ വരുമ്പോൾ നല്ല ശക്തമായ വെയിലാണ്. നമ്മൾ ഈ ചവിട്ടുന്നിടത്തൊക്കെ നല്ല പോലെ ചൂടാവുന്നുണ്ട്. ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ചൂടാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ജനക്കൂട്ടം അവിടെ വന്നിരിക്കുന്ന കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം വധുവിനെയും വരനെയും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ ക്ഷേത്രത്തിനകത്തേക്കാണ് കടക്കുന്നത്. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അത്രയും കാറ് കടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടായിരിക്കും, ക്യൂ നല്ല ക്യൂ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് നടയിൽ നിന്ന്, അതായത് തിരുനടയിൽ നിന്ന് തന്നെ നമുക്ക് കയറി ഭഗവാനെ കണ്ട് മനോഹരമായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും കുറേ നേരം അവിടെ ഇരിക്കാനും ഒക്കെ പറ്റി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഒരുപാട് ക്യൂ, ഭയങ്കരമായിട്ട് അമ്പലത്തിന് ചുറ്റുമായിട്ട് ക്യൂ പിന്നീട് ഉണ്ടായി. അപ്പം നമ്മൾ ഭാഗ്യം ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോൾ തന്നെ കൊടിമരത്തിനടുത്ത് നിന്ന് തന്നെ നമുക്ക് ക്യൂവിൽ വേഗം അമ്പലത്തിനകത്ത് കടക്കാനൊക്കെ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് പേര് ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിരുന്നു. അപ്പം ഒത്തിരി ഞങ്ങൾക്ക് ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും തന്നെ ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വരുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഒക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിടാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ശാന്തേച്ചിയുടെ കൂടെയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. 2 പ്രാവശ്യം നമ്മൾ വന്നത് ബസ്സിനാണ് വന്നിരുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഓം നമഃ ശിവായ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം പിന്നെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആൽമരം ഉണ്ട്, വലിയൊരു ആൽമരമാണ്. ആ ആൽമരത്തിന് താഴെ ആലിലയിൽ അതിൻ്റെ ഇതെന്താണ് എന്ന് എനിക്കറിയില്ല. അവിടെ ചോദിച്ചപ്പോൾ ആർക്കും തന്നെ അതെന്താണെന്ന് മനസ്സിലായില്ല. ആലിലയിൽ കല്ല് വെച്ച് പ്രാർത്ഥിച്ച് വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ മഹാദേവനോട് ചേർന്ന് തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. നമ്മുടെ കൃഷ്ണൻ ഭഗവാന്റെ ക്ഷേത്രം കൂടിയുണ്ട്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ താമരയും തുളസിയും ഒക്കെ വെച്ച് മാല ഒക്കെ കെട്ടി തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് ഭഗവാന്റെ സന്നിധിയിൽ വെക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയും പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം നമ്മുടെ കുറേ കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റി. അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് നേരം നിന്നു. ഇനിയും നമ്മൾ പോകുന്നത് വേറെ എവിടെയുമല്ല,
മലരിക്കൽ ആമ്പൽപ്പാടത്തേക്കാണ് പോകുന്നത് കേട്ടോ. ആമ്പൽ കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ ഇഷ്ടംപോലെ ആമ്പൽ പൂക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയും കൂടെ പോകുന്നുണ്ട്. എന്തായാലും കോട്ടയം വന്നതല്ലേ, നമുക്ക് അവിടെയും പോയി ആമ്പൽപ്പാടം എല്ലാം കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഏകദേശം സമയം 9, 9:30, 10 അടുക്കാറായിട്ടോ. ഈ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു നോൺ വെജിറ്റബിൾ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. അതിന് 2 സെപ്പറേറ്റ് ആണ് കേട്ടോ. വെജിറ്റബിൾ തന്നെയായിട്ട് ഒരിടത്തും, അതായത് നോൺ വെജ് തന്നെയായിട്ട് മറ്റൊരു സ്ഥലത്തും, അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ആ ഹോട്ടലിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാർ വരുവാണെങ്കിൽ അവർക്ക് ഇത് നോൺ വെജിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ചെല്ലാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ലൊരു കൺസെപ്റ്റാണ്, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ നല്ല അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അതിമനോഹരമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഐറ്റംസ്, പൊറോട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരപ്പം, അങ്ങനെ മസാല ദോശ, അങ്ങനെ ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പം വാങ്ങിച്ചു, കള്ളപ്പം വാങ്ങിച്ചു, അതിനോടൊപ്പം തന്നെ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ട്. കാരണം 10 മണിയോട് ആയില്ലേ, അത്ര നേരത്തെ ഇറങ്ങിയതില്ല. ഇതിനിടയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഹോട്ടൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ മലരിക്കൽ അമ്പൽപ്പാടത്തേക്കാണ് പോകുന്നത്. ശരിക്കും നമുക്ക് അതിൻ്റെ വഴിയും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ മക്കളെ, നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹം സാധിക്കുകയാണ്. നമ്മൾ ആമ്പൽപ്പാടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടും ഒക്കെ ഇവിടെ സജ്ജീകരണമായിട്ടുണ്ട്. ഒരുപാട് പേര് വരുവാണെങ്കിൽ അങ്ങനെ പോകാനും, കുറച്ച് ഫാമിലീസ് ആണെങ്കിൽ അങ്ങനെ പോകാനും ഒക്കെ അവിടെ ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഒരു ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇതിൻ്റെ, അതായത് നമ്മൾ നിൽക്കുന്ന റോഡിനടുത്ത് വരെയും ഇത് പൂത്ത് വരുന്നതാണ്. അപ്പോൾ കുറച്ച് അകലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആമ്പൽപ്പാടം പോയി കണ്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണ്ടേ? ഇത് തീർന്നിട്ടില്ല. നമ്മുടെ വീഡിയോസ് ഇതിൻ്റെ കണ്ടിന്യൂവേഷനുണ്ട്. അപ്പം എല്ലാവരും ഇത് കാണുക. നമ്മളുടെ ഈ ട്രാവലിങ്ങിൻ്റെ നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ആരും സ്കിപ്പ് ചെയ്തു പോകരുത്, ആരും മിസ് ചെയ്തു പോകരുത് നമ്മുടെ ഈ വീഡിയോസ്. അപ്പം മാധു മീഡിയ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.